ജഗതി, ദിലീപ്, വിനീത് എന്നിവർ ഒന്നിച്ച് പൊട്ടിച്ചിരിയൊരുക്കിയ ഡാർലിങ് ഡാർലിങ് എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. ഇവൻ ഇത്തിരി കുഴിത്തുരുമ്പാ. മുമ്പ് ഒരിക്കലും എന്നെ കണ്ടപ്പോ ഓടി. നീ എങ്ങോട്ടേ ഓടിയത്? അത് പിന്നെ ഇതാരാന്ന് എനിക്ക് മനസ്സിലായോ? ഇല്ല. കൊച്ചു കുറുപ്പിന്റെ അച്ഛൻ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മറ്റേ പെണ്ണിന്റെ തന്ത. വാടാ അനിയൻകുട്ടി, ആ തടിയമ്മേനോനും കൂടെ അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. അനിയൻകുട്ടി, നീ എന്തിനാ വെപ്രാളപ്പെടുന്നേ? എനിക്കല്ലേ പ്രശ്നം. ഞാനല്ല ആ തടിയന്റെ വീട്ടില് നീയാണെന്ന് പറഞ്ഞു പോയത്. ഇപ്പൊ എല്ലാം പൊളിയും. എന്റെ കർത്താവേ, ഞാനൊന്ന് ധൈര്യം കൂട്ടട്ടെ. എടാ, നീ അവിടെ എന്തെടുക്ക? ഇവരോട് മദ്യപിക്കുകയല്ല അല്ലെന്നാണ് പറഞ്ഞത്. ഓ, നെഞ്ചരിയാണ്. ചോദിക്ക, നേരിട്ട് ചോദിക്ക. നീ എന്തുകൊണ്ടാ ഇയാളുടെ വീട്ടിൽ താമസിക്കാഞ്ഞത്? കമ്പ്യൂട്ടർ പഠിക്കണം പറഞ്ഞിട്ടല്ലേ താന്റെ വീട്ടിൽ താമസിക്കാതെ പോയത്? അതെ. ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചറിയിക്കാഞ്ഞത്? താൻ ആരോടാടോ ഈ സംസാരിക്കുന്നത്? എന്റെ മോനോട്. താൻ ആരോടാ? തന്റെ ഈ മോനോട്. എന്റെ മകൻ ഇവനാ. അപ്പൊ ഇവനാരാ? എന്റെ ഡാഡിയുടെ മോൻ. അമേരിക്കയില. അപ്പൊ നീ ആൾമാറാട്ടം നടത്തി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? പറ്റിച്ചത് എന്നെയല്ലേ? ആരാണ് എന്താണെന്ന് ചോദിക്കാതെ മകളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എന്താ മെന്നിത്? ഒരു ചെറിയ അബദ്ധം പറ്റി. അന്ന് ആള് മാറിപ്പോയി. പക്ഷെ ഇപ്പൊ സമാധാനായി. ഇവനല്ലേ എന്റെ മോളെ പിടിക്കാത്ത? വേണ്ട, തന്റെ മോനെ കൊണ്ടുപോയി എന്റെ മോളെ കാണിക്കാം. ഇവന് ഇഷ്ടപ്പെടും. വാ മോനെ. വേണ്ട, താൻ ഇങ്ങോട്ട് വന്നേ. എന്താ വെച്ചാ മേനങ്ങൾ പോയത്? എന്താ നിനക്ക് അയാളുടെ മോളെ കെട്ടണം? എങ്കിൽ ഞാൻ പോയി വിളിച്ചോ. വേണ്ട, ഈ വായി നോക്കിയുടെ മൂന്ത കണ്ടാൽ അറിയാം ഏത് തല്ലിപ്പൊളി പെണ്ണിനെയും പിടിക്കുന്നു. ഇവന് പോലും പിടിക്കാത്ത നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടുക? മാത്രമല്ല, ഞാനും കണ്ടതാ സാധനത്തെ. ആ വർത്തമാനം മതി. നീ പെട്ടെന്ന് പോയി റെഡിയായി. 4 മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു. ശരിയാ. ഇനി ഇവിടെ നിർത്തിയാ? അല്ല, നിന്നാ ശരിയാവൂല. ഞാനിപ്പോ നാട്ടിലേക്കില്ല. നിന്റെ അച്ഛൻ എന്നെ വായിൽ നോക്കി വിളിച്ച സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛന്റെ കൂടെ തിരിച്ചു പോണം. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് എന്താ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഇല്ല. പ്രോബ്ലം സോൾവ് ആയി. ഇനി നിന്നെ ഇവിടെ നിർത്തുന്നതിൽ എനിക്ക് പ്രോബ്ലം ഉണ്ട്. നീ നാട്ടിലേക്ക് വന്നേ പറ്റൂ. നിനക്ക് നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. ഉടനെ പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് ഞാൻ വാക്കുകൊള്ളു. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണോ നിങ്ങൾ? ജീവനുണ്ടെങ്കിൽ എങ്കിൽ പിടിച്ചുകൊണ്ട് പോകൂ നിങ്ങളുടെ മകനെ. എന്താടാ, എന്തു പറ്റി? കൊള്ളില്ലല്ലേ? വിചാരിച്ചത്ര നന്നല്ല. നീ പറഞ്ഞ നേരാ. മൂക്കിനെന്തോ ട്രബിൾ. ഞാനൊന്ന് നോക്കാം. ഇതിന്റെ മൂക്കിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സൂപ്പർ സോണിക് ഫിഗർ. എനിക്ക് വളരെ ഇഷ്ടമായി. എന്നോടാണ് ഇവളെ കെട്ടാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. അത്രക്കൊന്നും പോയിട്ടല്ല. മൊത്തത്തിൽ ട്രബിൾ ഉണ്ട്. ഒരു ട്രബിളും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കി ശരിക്കും നോക്കിട്ട് പറ. പെണ്ണെങ്ങനെയുണ്ട്? മൂക്കിന് ട്രബിൾ ഉണ്ട്. വായും കൊള്ളില്ല. രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ? ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. എന്റെ കർത്താവേ, ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ആവോ. ആ വണ്ടി ഇടിച്ചവന് അയാളെങ്ങനെ പ്രാകരുത്. എന്റെ കരുനാക്കാ. നോക്കിക്കോ. കേസ് കുത്തിപ്പൊക്കാനെന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് നിരന്തരം വിളിക്കുന്നത്. അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ. അതിന് എന്നെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ പേരെന്ന് പറഞ്ഞ് നിന്റെ പേരല്ലേ ഞാൻ അവിടെ എഴുതി കൊടുത്തത്. ഓ, ഞാനത് മറന്നു. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക്. പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാലോ? തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഞങ്ങളൊന്ന് അടുത്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലേ? നീയും വറുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തെറി പറഞ്ഞോന്നൊരു ഡൗട്ടുണ്ട്. തട്ടിക്കളയും ഞാൻ. കണ്ട, അവൾക്ക് വേണ്ടി നമ്മളെ തട്ടിക്കളയാനും മടിക്കില്ലത്. ആ പെണ്ണായിരിക്കും. എന്താടാ അവള് പറഞ്ഞേ? പേര് പറഞ്ഞു. ഇത്രയും നേരം പേര് പറഞ്ഞു കളിക്കായിരുന്നോ? എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളി. അപ്പൊ നിനക്ക് വിഷയം പറയാറുന്നില്ലേ? എന്ത് വിഷയം? ബയോളജി. എടാ, നിന്റെ പ്രേമം അവളെ അറിയിക്കണ്ടേ? അതെങ്ങനെ പറയാ? നീ അവളെ വിളിച്ചേ. ഇനിയും വിളിച്ചാ തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിക്കണം. നിനക്ക് പ്രേമമുണ്ടെന്ന് അവൾ അറിയണം. അതെ, നാണിച്ചോണ്ടിരിക്കാതെ വിളിക്കുന്നുണ്ടോ? ഓ, നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം ഓക്കെ ആയി. നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. നീ എന്തൊന്നും മിണ്ടാത്തെ? സ്വപ്നം കാണുക. എന്നെ കാണ്. നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണ്. ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം. അപ്പൊ ഞാനോ? ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ. ഹലോ, മേനേബി, ഞാനാ കുറുപ്പ്. ആ കുറുപ്പോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറ. വിശേഷങ്ങൾ പറയാനല്ല വിളിച്ചത്, അറിയാനാ. അതെ മേന്നെ, ഇത് STD യാ. ചിരിക്ക് അത്ര നീളം വേണ്ട.
പെണ്ണിനെ പിടിച്ചൊന്ന് ചോദിക്ക്. ഏയ് അവൻ അങ്ങനെ ചെയ്യില്ല. എന്റെ മോനാ. കാണും മുമ്പ് കയറി പിടിക്ക്. അവൻ അവളെ ഇഷ്ടപ്പെട്ടൊന്ന് ചോദിക്ക്. അതാണോ? അത് അവനോട് തന്നെ ചോദിക്കാം. മെന്നെ അവൻ എന്തിയേ? ഒന്ന് വിളിച്ചേ. അതിന് അവനിവിടെ ഇല്ലല്ലോ. ഇല്ലെന്നോ? അപ്പൊ താൻ അവനെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അവനിവിടെ വന്നിരുന്നു. ഊണ് കഴിക്കണം, ഇവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞതാ. മോളെ കണ്ടതിന് ശേഷം കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞ് ഊണ് പോലും കഴിക്കാതെ ഒറ്റ പോക്കാ. അതിന്റെ കാരണം എന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? എന്നാ എനിക്ക് മനസ്സിലായി. വെച്ചിട്ടെ, പെണ്ണിനെ കാണുന്നതിന് മുമ്പ് ഊണ് കഴിക്കണമെന്ന് പറഞ്ഞു. പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോ ഊണ് കഴിക്കാതെ അവൻ സ്ഥലം വിട്ടു. എന്താ കാരണം? അവന് പെണ്ണിനെ പിടിച്ചില്ലായിരിക്കും. ആ സംഗതി നിനക്ക് പിടികിട്ടി. പക്ഷേ ആ ഊളം മേനോനെന്ന് മനസ്സിലായിട്ടില്ല. ആ മോനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന്. ചെല്ലാതിരിക്കണത് മോശമല്ലേ? നീ വിഷമിക്കണ്ട, വേണമെങ്കിൽ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്യാട്ടോ. അച്ഛൻ വിളിച്ച് പറഞ്ഞോളൂ വരില്ലാന്ന്. അല്ല അച്ഛാ? ഇല്ല കൊച്ച, അച്ഛനത് പറയില്ല. അതിനു വേണ്ടി രണ്ടും വാരി പൊക്കണ്ട. നോക്കി നിൽക്കാ ചെന്ന് വണ്ടിക്കാരണ. ആ ബാംഗ്ലൂരിൽ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വഷളായിട്ടുണ്ട്. അല്ല അനിയൻകുട്ടി? കുറച്ച്. രുക്മണി, എന്താ? ഒരുങ്ങിയില്ലേ? കഴിഞ്ഞു. ആ എന്നാ വീട് പൂട്ടിക്കോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഇല്ല, നീ ഇവിടെ ഇല്ല. ഞങ്ങളുടെ കൂടെ പോരല്ലേ? അയ്യോ, വീട്ടിലാരും ഇല്ലെങ്കിൽ കള്ളന്മാര്. ഈ നാട്ടില് കള്ളന്മാരില്ല. അല്ല, ഞാനിപ്പോ എന്തിനാ നിങ്ങളുടെ കൂടെ വരണേ? ഇത് നല്ല കൂത്ത്. ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്? എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ? ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. എവിടെ വെച്ച്? ഫോട്ടോയില്. ഫോട്ടം ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ? നീ വാ. അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. പോണ വഴിക്ക് ബൂത്തിൽ നിർത്തി തരാം. ആവശ്യം പോലെ വിളിച്ചോ. താമസിച്ചാലോ? 2-3 ദിവസം എടുക്കോ? എന്നാ നടക്കണ. ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ. എന്റെ ഈശ്വര, ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇത് എന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ. എന്നിട്ട് ഇത്രയും വിമ്മട്ട് ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാൻറ്റേറി. ഇനി വരാൻ പറ്റില്ല. കണ്ട അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ പ്രസിഡന്റ് ഇരുന്നല്ലോ. തീർന്നു. എന്നാ വാ. ഒരു മിനിറ്റ്, ഞാനൊന്ന് വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ. അത് കുറയട്ടെ. അല്ലെ ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് പോലെ? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. അച്ഛാ, അവരെത്തി. നോക്കിയിരിക്കുകയായിരുന്നു. വരണം. ആ നമസ്കാരം കുറുപ്പേ. ആ നമസ്കാരം. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ, KFC മാനേജരാ. ഇത് മോള് ശാരദ, പെണ്ണിന്റെ അമ്മ. ഇത് രണ്ടാമത്തെ മോൻ, SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതാ ഈ ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളിംഗ് ഗ്ലാസ്? ആക്സിഡന്റ് കാരണമാണോ? എന്റെ മലയാറ്റൂർ മുത്തപ്പ, ആ വണ്ടി ഇടിച്ചവന്റെ നട്ടല് തളർത്തണേ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്. ഞാൻ ആ വണ്ടി ഇടിച്ചവനെ പ്രാവുമ്പോ നീ എന്തിനാ ഞെട്ടണേ? അത് പിന്നെ ആ വണ്ടി എടുത്ത് ഞാനാ. അപ്പൊ ഞാൻ ഈ കരുനാക്കുച്ചി പ്രാഗതി മുഴുവൻ നിന്നെയായിരുന്നോ? എന്റെ മുത്തപ്പ, എല്ലാം തിരിച്ചെടുത്തേക്കണേ. കാര്യങ്ങൾ എത്രത്തോളമായ സ്ഥിതിക്ക് ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെയും കൊണ്ട് ഒളിച്ചോടിയത് ഏത് തന്റെയുടെ മകനാലും ശരി, അവനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന്. എന്നാ പിന്നെ എത്രയും പെട്ടെന്നതായിക്കൂടെ? അത് പറയാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആ അതെ, ഇനി ഒന്നും നോക്കാനില്ല കുറുപ്പേ. കൊച്ചുകുറുപ്പുമായി ഉടനെ വീട്ടിലെത്തുക, കെട്ടു നടത്തുക. അയ്യോ, എനിക്ക് എന്റെ വീട്ടുകാരും ബന്ധുക്കാരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? ഓ, അതിനൊന്നും സമയമില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരെ? ആ അത് മതിയല്ലേ? പിന്നെ ധാരാളം മതി. എന്നാൽ അത് പോരാ. എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയാ. അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുതലാളിക്ക് അന്തസ്സും തറവാടത്തും ഇല്ലാന്നല്ലേ? കണ്ടോ, ഇവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഉണ്ണിത്താനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോനാ. എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന സാക്ഷികളുണ്ട്. ആരാ സാക്ഷി? ഇവൻ തന്നെ പറഞ്ഞുകൊള്ളാ. ഞാൻ കണ്ടതാ. ഏത് കോടതിയിലും ഇവനീ സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ കണ്ടോ, 1500 കിട്ടണം.
ഓടാ. എടാ നീ നോക്കണില്ലേ? കണ്ടു. കുട്ടി ചായ ടീപ്പോൾ വെക്കൂ. നീയും കാണുന്നില്ലേ? ഞാൻ എന്നെ കണ്ടതാ. എന്താ നിന്റെ ശബ്ദത്തിന്റെ ഒരു മാറ്റം? തൊണ്ടയിൽ കിച്ച് കിച്ചാണ്. എന്നാൽ ഇനി കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം. ഇവരിച്ചിരി ആക്രാന്തം കൂടിയോ? അവൻ കൊച്ചു പയ്യനല്ലേ. എണീറ്റ് പോടാ.